നമസ്കാരം. മെക്സിക്കോ എന്ന രാജ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അവിടുത്തെ അധോലോക സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്താറുള്ളത്. ലോകത്ത് ഒരുപക്ഷെ ഇത്രയധികം മയക്കുമരുന്ന് ബിസിനസ് നടക്കുന്ന മറ്റൊരു രാജ്യമുണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ അവിടെ തന്നെ ഈ മയക്കുമരുന്ന് മാഫിയകളൊക്കെ തന്നെ അവരുടെ നിലനിൽപ്പിനായുള്ള അല്ലെങ്കിൽ മുന്നേറാനുള്ള പോരാട്ടത്തിനിടെ പലപ്പോഴും പരസ്പരം നടത്തുന്ന ആക്രമണങ്ങൾ പോലും അവിടുത്തെ സാധാരണ ജനജീവിതത്തെ വലിയ തോതിൽ ഗുരുതരമായി തന്നെ ബാധിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട എൽ മെൻചോ എന്ന അവിടുത്തെ ഏറ്റവും വലിയ അധോലോക നായകൻ്റെ മരണം അത് ലോകത്തെ തന്നെ ഒരുപക്ഷെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇയാളുടെ ജീവചരിത്രം അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. ഇയാളൊരു പോലീസുകാരനായിരുന്നു ഒരു കാലത്ത്. എൽ മെൻചോ അധോലോക നായകനാകുന്നതിന് മുമ്പ് ഒരു മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെയുള്ള ഈ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട പല കേസുകളിലും വളരെ ശക്തമായ തോതിലുള്ള നടപടികൾ സ്വീകരിച്ചൊരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഇയാൾ. പക്ഷേ ഈ അധോലോകവുമായി നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി ഇയാൾ ചെയ്തത് പോലീസിലെ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം അധോലോക നായകനാവുക എന്നുള്ളതായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനായ എൽ മെൻചോ അധോലോക നായകനായോടുകൂടി ഇയാൾക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. ഇയാൾ വലിയ തോതിലുള്ള അധോലോക സംഘം തന്നെ സ്ഥാപിച്ചു. ഒരുപാട് കൂട്ടാളികളുണ്ടായി. മാത്രമല്ല ഇവരുടെ ആക്രമണ രീതി പലരെയും അമ്പരപ്പിച്ചിരുന്നതാണ്. കാരണം ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ അത്യന്താധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ കള്ളക്കടത്തും കൊള്ളയും എല്ലാം തന്നെ നടത്തിയിരുന്നത്. അധോലോകത്ത് മേൽക്കൈ നേടുന്നതിന് വേണ്ടി ഇയാൾ തൻ്റെ എതിരാളികളെ നിരന്തരം കൊന്നുകൊള്ളുന്ന ശീലമുള്ള ഒരാളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മെക്സിക്കോയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള എല്ലാ അധോലോക സംഘങ്ങളെയും ഇയാൾ അതിൻ്റെ തലവനെ തന്നെ കൊല്ലുന്നതിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മാത്രമല്ല ഇയാളെ മെക്സിക്കൻ പോലീസിനല്ല അമേരിക്കൻ പോലീസ് പോലും വിശേഷിപ്പിക്കുന്നത് ലോകത്തെ ഏറ്റവും അപകടകാരിയായ അധോലോക നായകൻ എന്നാണ്. കഴിഞ്ഞ ദിവസം ഇയാൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് മെക്സിക്കോയ്ക്ക് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഏറെ ആശ്വാസം പകരുന്നതാണ്. കാരണം കൊക്കൈൻ ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള മയക്കുമരുന്നിൻ്റെ എല്ലാം തന്നെ വിതരണക്കാരൻ ഇയാളായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ ഈ മയക്കുമരുന്ന് വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കാൻ ഇയാളുടെ മരണം കാരണമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടൽ എന്നായിരുന്നു ഇയാളുടെ അധോലോക സംഘം അറിയപ്പെട്ടിരുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാം ന്യൂ ജനറേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇയാൾ അധോലോക പ്രവർത്തനം നടത്തിയിരുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ നേരിടുക, തങ്ങളെ ആക്രമിക്കാനെത്തുന്ന അല്ലെങ്കിൽ തങ്ങളെ നേരിടാനെത്തുന്ന സുരക്ഷാ സേനയൊക്കെ തന്നെ നേടാൻ ഡ്രോണുകൾ പോലും ഇവർ ഉപയോഗിച്ചിരുന്നു. ഒരുപക്ഷെ ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ളതുപോലെ തന്നെയുള്ള പ്രതിരോധമാണ് ഇയാളുടെ കൈവശമുണ്ടായിരുന്നത്. അത്രത്തോളം ആയുധങ്ങളും വെടിക്കോപ്പുകളും എല്ലാം ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. ഇവ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇയാൾ നിരന്തരമായി ആക്രമണം നടത്തിയിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇയാളുടെ വധത്തെ തുടർന്ന് അധോലോക സംഘം മെക്സിക്കോയിൽ അഴിഞ്ഞാടുകയായിരുന്നു. അവർ എല്ലാവിധ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ വ്യാപകമായ തോതിലുള്ള ആക്രമണങ്ങളും തീവെപ്പും വെടിവെപ്പും ഒക്കെ തന്നെ നടത്തിയിരുന്നത്. ഇതിൻ്റെ ഫലമായി വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് മെക്സിക്കോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇയാളുടെ എതിരാളികളുമായി നിരന്തരമായി ഏറ്റുമുട്ടൽ നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ അധോലോക സംഘം, ഈ ന്യൂജൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അധോലോക സംഘം കാട്ടിക്കൂട്ടിയ ക്രൂരതകൾക്ക് കൈയും കണക്കുമില്ല. ഒരുപക്ഷെ ലോകങ്ങളുടെ ഏറ്റവും ക്രൂരനായ അധോലോക നായകന്മാർ ഒരാളെന്നുള്ള ദുഷ്പേരും ഇയാൾക്കുണ്ട്. കാരണം തൻ്റെ എതിരാളികളെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുക എന്നുള്ളത് ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു രീതിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ 59 വയസ്സിനുള്ളിൽ പോലീസുകാരനായിരുന്ന ഒരു കാലഘട്ടം ഒഴിച്ചാൽ പിന്നീട് അങ്ങോട്ട് ഇയാളെക്കുറിച്ച് കേൾക്കുന്നത് മുഴുവൻ ഭീകരമായ ക്രൂരതയുടെയും പ്രതികാരത്തിൻ്റെയും ഒക്കെ തന്നെ കഥകളാണ്. മെക്സിക്കോയിലെ മറ്റു പല അധോലോക നായകന്മാരും തങ്ങളുടെ ജീവിതം സിനിമയാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. പലരുടെയും ജീവിതകഥ സിനിമയായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ എൽ മെൻചോയെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് അത് സംബന്ധിച്ച് യാതൊരു താല്പര്യമില്ലായിരുന്നു. ആകെപ്പാടെ അവശേഷിക്കുന്നത് ഇയാളുടെ 1-2 ചിത്രങ്ങൾ മാത്രമാണ്, ഫോട്ടോകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. തൻ്റെ ഒരു കാര്യങ്ങളും ചിത്രീകരിക്കുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വീഡിയോകളോ ഒന്നും തന്നെ ഇയാളെക്കുറിച്ച് ലഭ്യവുമല്ല. ഇയാൾ കൊല്ലപ്പെട്ടപ്പോൾ മാത്രമാണ് ഇയാളുടെ മൃഗത്തിൻ്റെയും മറ്റും ദൃശ്യങ്ങൾ പിന്നീട് ലഭിച്ചത്. അതുവരെ ഇയാളുടെ ഒരു ഫോട്ടോ മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇയാൾ വളരെ രഹസ്യമായി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം അത്യാഡംബരപൂർണ്ണമായ ജീവിതമാണ് ഇയാൾ നയിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ദിവസവും ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടാണ് ഇയാളുടെ ആഡംബര ജീവിതം നയിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. തനിക്ക് മയക്കുമരുന്ന് മാഫിയയിലൂടെയൊക്കെ തന്നെ കിട്ടുന്ന ഈ പണം മുഴുവൻ സ്വന്തം സൗകര്യങ്ങൾക്കായി ഉപയോഗിക്കാനാണ് ഇയാൾക്ക് താല്പര്യമായിരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല മെക്സിക്കോയിലെ ചെറു പട്ടണങ്ങളിലൊക്കെ തന്നെ ഇയാളുടെ കീഴിൽ ഒരു 50 പേരടങ്ങുന്ന സംഘം എല്ലായിടത്തും ഉണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് അവിടുത്തെ പോലീസ് സേനയെ പോലും കീഴടക്കാനുള്ള സംവിധാനങ്ങൾ, അതായത് ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് ഇയാൾ മെക്സിക്കോയിലുടനീളം തന്നെ തൻ്റെ ആധിപത്യം ഉറപ്പിച്ചത് എന്നുമാണ് കരുതപ്പെടുന്നത്. 1990കളിലാണ് ഇയാൾ അധോലോക പ്രവർത്തനങ്ങളിലേക്ക് എത്തിയത്. ഇത്രയും കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അധോലോക നായകനായി മാറി ഇയാളുടെ സമ്പാദ്യം എത്രയുണ്ടെന്നുള്ളത് പോലും ഇനിയും നമുക്ക് ആർക്കും തന്നെ
മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അത്രത്തോളം പണമാണ് ഇയാൾ ഈ അധോലോക വ്യാപാരത്തിലൂടെ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയൊക്കെ തന്നെ വാരിക്കൂട്ടി. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വിൽക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മയക്കുമരുന്നുകളെല്ലാം തന്നെ ഇയാളുടെ സംഘം വിതരണം ചെയ്യുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും മെക്സിക്കോയിൽ ഇപ്പോൾ വലിയ തോതിലുള്ള കലാപം തന്നെയാണ് നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ അവിടെയുള്ള പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിക്കൊള്ളാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു രാജ്യത്ത് മറ്റു രാജ്യമൊന്ന് യുദ്ധം ചെയ്യുന്നത് പോലെയുള്ള അതിന് സമാനമായൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടെയുള്ളത്. സർക്കാരും ഈ അധോലോക സംഘങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുമ്പോൾ എൽമഞ്ചോയുടെ സംഘമൊക്കെ ആയി സർക്കാരിൻ്റെ സൈന്യം ഏറ്റുമുട്ടുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധം പോലെ തന്നെ ആയിരിക്കും സംഭവിക്കുക. കാരണം അത്രത്തോളം ആയുധ ശേഖരം ഇവരുടെ കൈവശമുണ്ടായിരുന്നു. തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ട ദുഃഖത്തിൽ ഇപ്പോൾ അവിടെ അധോലോക സംഘങ്ങൾ ശരിക്കും സർക്കാർ സൈന്യത്തിനെതിരെയൊക്കെ തന്നെ അഴിഞ്ഞാടുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.